ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരിശോധിക്കേണ്ട, ഇടതുപക്ഷം തോറ്റിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അവർക്കൊരു തകരാറും ഉണ്ടായിട്ടില്ല, അവർ പഴയ പോലെ തന്നെ തുടരുകയാണെന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ അവർക്കൊരു വിരോധമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാറ്റ് ഗവൺമെന്റിനെതിരായി കേരളത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാനൊരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് പറയുന്നുള്ളൂ. ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ഈ പറഞ്ഞതുപോലെ ശബരിമല മുതൽ നേരത്തെ പറഞ്ഞ വിലക്കയറ്റം അടക്കം നിരവധി കാര്യങ്ങൾ അവർക്ക് ന്യായീകരണം ഉണ്ടാവും, പക്ഷെ ജനങ്ങൾക്ക് ആ ന്യായീകരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതുണ്ടോന്ന് ഇടതുപക്ഷം പരിശോധിക്കട്ടെ. UDFും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ നേട്ടം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് പരിശോധിക്കട്ടെ. നമുക്ക് BJPയുടെ വിഷയത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ BJP ഇപ്പോൾ ഞാൻ ഒരൊറ്റ ആളുടെ പേര് പറയാം, വെള്ളാപ്പള്ളി നടേശൻ. അനിൽകുമാർ അദ്ദേഹത്തിന് എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ മാസങ്ങളായി, കുറച്ചു കാലമായി കേരളത്തിൽ ഉയർത്തിവിടുന്ന രാഷ്ട്രീയം എന്താ? വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയാണ്, ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, അദ്ദേഹത്തിന് എന്തു വേണി ചെയ്യാം. പക്ഷേ അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി എന്തിന് ഗുരുവിന്റെ പുതിയ കാലത്തെ അവതാരമാണ് എന്നുകൂടി പറഞ്ഞു വെച്ച വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം സൂക്ഷിക്കേണ്ട ഒരു രാഷ്ട്രീയമാണ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിന് കാരണം തിരുവനന്തപുരം നഗരസഭയിലെ തെരഞ്ഞെടുപ്പാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ തിരുവനന്തപുരം ചെയ്തു എന്നല്ല. ഒരു ധാരണ, ഒരു ചിന്ത, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പോട്ടെ, INLന്റെ കാര്യം പോട്ടെ, അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് വേണ്ടി വിടാം. പക്ഷേ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷം പോകുന്നു. അതിന് കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ വലിയ വോട്ട് ചോർച്ച. അത് അനിൽകുമാർ സമ്മതിക്കില്ല, പക്ഷെ ഉണ്ടായി. പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന രേഖ. ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, കോട്ടയം ഒക്കെ വലിയ തോതിൽ CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ മാറിപ്പോയി എന്ന് CPM വിലയിരുത്തുകയും അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ട നടപടികൾ എന്ന അർത്ഥത്തിൽ അതിൽ പല നടപടികളിൽ ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമി. അത്രേ ഉള്ളൂ. പല നടപടികളിൽ ഒന്നാണ്. അതിലൊരു നടപടി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരളത്തിലെ SNDP ജനറൽ സെക്രട്ടറിയെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെ കുറിച്ച് അനിൽകുമാറിന്റെ എന്താ അഭിപ്രായം എനിക്കറിയില്ല. അത് ഇവിടെ കേരളത്തിലെ പൊതുമണ്ഡലത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് BJPക്കാണ് എന്ന് ഞാൻ പറയും. തിരുവനന്തപുരത്ത് മാത്രമല്ല, വേറെ പല സ്ഥലത്തും, കൊല്ലത്തും എന്താ കാര്യം, കൊല്ലത്തും ഗുണം ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ഭരണം, കൊല്ലത്തും ഗുണം ചെയ്ത് ഉണ്ട്. അവിടുത്തെ ഭരണം, തിരുവനന്തപുരത്തെ ഭരണം അത്യന്തം മോശമായിരുന്നുവെന്ന് CPMകാർ പോലും സമ്മതിക്കും. കാരണം എന്താ, ആ മേയറെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കണ്ടിട്ടില്ല. നമ്മൾ 5 കൊല്ലം മേയറായിരുന്ന ഒരാളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുമ്പിൽ നിർത്തില്ലേ? ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉദാഹരണം പറയാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF മത്സരിക്കുമ്പോൾ പിണറായി വിജയൻ പറയണം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പിൽ വേണം. എന്താ കാര്യം? അദ്ദേഹമാണ് ഈ 5 കൊല്ലം ഇവിടെ ഭരിച്ചത്, 10 കൊല്ലം ഭരിച്ചത്. ഈ തിരുവനന്തപുരത്ത് മേയർ കുട്ടിയെ കാണാനില്ല. എന്തുകൊണ്ട് കാണാനില്ല?